തിരുവനന്തപുരം ജില്ലയിൽ മോഷണം പതിവാകുന്നു. ക്ഷേത്രം കുത്തിത്തുറന്ന് പഞ്ചലോക വിഗ്രഹം കവർന്നു. ഭീമവള്ളിക്കടുത്തുള്ള പൂന്തുറ ഉച്ചമാടൻ ദേവി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. 1.5 കോടിയിലധികം വില വരുന്ന 65 കൊല്ലം പഴക്കമുള്ള പഞ്ചലോക വിഗ്രഹമാണ് മോഷണം പോയത്. പോലീസ് അനാസ്ഥയാണ് മോഷണം പതിവാകുന്നതിന് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണ വിവരം അറിയുന്നത്. അമ്പലത്തിന്റെ ശ്രീകോവിൽ തകർത്ത നിലയിലായിരുന്നു. ഉള്ളിൽ പഞ്ചലോക വിഗ്രഹവും ശീവേലി വിഗ്രഹവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പൂന്തുറ പോലീസിനെ വിവരം അറിയിച്ചു. 1.5 കോടി വിലമതിക്കുന്ന 65 വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് മോഷണം പോയത്. രാവിലെ വരുന്ന സമയത്ത്, രാത്രി ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. എല്ലായിടത്തും ലൈറ്റ് ഇടും. ഞാനിന്ന് വന്ന സമയത്ത് രാവിലെ മഴയുണ്ടായിരുന്നു. വന്ന സമയത്ത് ലൈറ്റ് ഓഫായിരുന്നു. ഞാൻ ചെന്ന് ലൈറ്റ് ഞാൻ വിചാരിച്ച് മെയിൻ സ്വിച്ച് ബോർഡ് വല്ലതും അങ്ങനെ കംപ്ലൈൻറ്റ് ആയത് അങ്ങനെ വല്ലതും പോയത്, സ്വിച്ച് ട്രിപ്പായത് വല്ലതും ആയിരിക്കും എന്ന് ചെന്ന് നോക്കിയപ്പോൾ സ്വിച്ചെല്ലാം ഓഫാണ്. ഞാൻ സ്വിച്ചെല്ലാം വിട്ട് ഫ്രണ്ട് വന്ന് നോക്കാൻ നേരത്ത് ക്ഷേത്രത്തിൻ്റെ മെയിൻ വാതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ അകത്തോട് നോക്കിയപ്പോൾ ദേവിയുടെ വിഗ്രഹമില്ല. പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പതിവാകുന്നതിന് കാരണം പോലീസ് അനാസ്ഥയാണെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചലോക വിഗ്രഹങ്ങൾ, പ്രത്യേകിച്ചുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് പോലീസ്, ആഭ്യന്തര വകുപ്പ് കൃത്യമായ നടപടിയെടുക്കണം. നേരത്തെ ഇക്കാര്യം ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടിയപ്പോൾ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡിന് രൂപം കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് നിർജീവമാണ്. ആ നിർജീവമായതിൻ്റെ പ്രതികരണമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് ദൃഢീകരിക്കുകയും ഇവിടെ മോഷണം നടത്തിയ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ഷേത്രത്തിൽ അടുത്തിടെയും മോഷണ ശ്രമം നടന്നിട്ടും പോലീസ് വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്തതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. 3 വിളക്ക് പോയി. ഇവിടെ ഈ കാണിക്ക വഞ്ചി 2-3 പ്രാവശ്യം മോഷണം നടത്തി. അപ്പോൾ ഇപ്പോഴെല്ലാം പോലീസുകാരുടെ പരാതിപ്പെട്ടിട്ട് പോലീസുകാർ അനാസ്ഥയാണ്. പോലീസുകാർ ഇവിടെ ഒരു ബീറ്റ് പോലീസുടെ അവിടെ നേരത്തെ പട്ടാ ബുക്കൊക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ ഒന്നും ചെയ്തില്ല. പോലീസുകാർ അന്വേഷണവും ഇല്ല. പൊതുവിൽ ഇവിടെ ഒരു അനാഥത്വമാണ്. ഇവിടെ പൊതുവിൽ ഒരു ആവാസമര ഒരു കേന്ദ്രമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോലീസുകാരുടെ കുറ്റമാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. വേറെ എന്താ പറയാൻ പറ്റുക? ഇന്നലെ നല്ല മഴയായിരുന്നു, തണുപ്പായിരുന്നു. ഈ കാലാവസ്ഥയിൽ അവർ വന്ന് അപ്പോൾ പോലീസുകാരെല്ലാം അനാസ്ഥ കാണിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ മോഷണങ്ങൾ തടയുന്നതിനായി ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡിനെ സർക്കാർ രൂപീകരിച്ചിരുന്നു. എന്നാൽ സ്ക്വാഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ജനം, തിരുവനന്തപുരം.